നീക്കി കൂടാതെ അംഗങ്ങളെ നമുക്കെല്ലാവർക്കും വഴികാട്ടിയും വെളിച്ചവും ഉപദേശകനും സുഹൃത്തുമായ ജീവിതത്തിന് എന്ന് നമ്മൾ എടുത്തു പറയേണ്ടതില്ലല്ലോ. അച്ഛൻ്റെ ബൈബിൾ പഠിക്കവും വചനസമ്പത്തും പ്രത്യേക മനോഭാവവും നമ്മൾ എല്ലാവരെയും എപ്പോഴും ആശ്ചര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വിശ്വാസ ജീവിതവും വിശുദ്ധരുടെ ഭക്തിയും ആണ് നമ്മെ ആശ്ചര്യപ്പെടുത്തിയിട്ടുള്ളത്. ആഘോഷങ്ങളുടെയും സന്തോഷങ്ങളുടെയും സമയങ്ങളിൽ മാത്രമല്ല, വെല്ലുവിളിയുടെ സമയങ്ങളിലും അച്ഛൻ നമ്മോടൊപ്പം നമ്മളെ നയിച്ചു. ഓരോ പ്രാർത്ഥനകളും ഈസ്റ്റർ ആൻഡ് ക്രിസ്മസ് വരുമ്പോഴും അച്ഛൻ എപ്പോഴും നമ്മളോട് പറയാറുണ്ട്, എല്ലാവരും നല്ലപോലെ ആഘോഷിക്കണം. നിഗുവായുടെ എല്ലാ പരിപാടികൾക്കും അച്ഛൻ വന്നകാലം മുതൽ അച്ഛൻ എന്നും നമ്മോടൊപ്പം വന്നിട്ടുണ്ട്. അച്ഛൻ എന്ന് വന്നാലും ആനുകാലികമായിട്ട് ഓരോ അമ്മമാർ വീട്ടിൽ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെതായിട്ട് ബന്ധപ്പെട്ട ഓരോ സബ്ജക്റ്റ് അച്ഛൻ ക്ലാസ് എടുക്കും. അത് വളരെ വിലപ്പെട്ടതാണ്. അച്ഛൻ അത്രമേൽ ഓപ്പൺ ആയതുകൊണ്ടും എല്ലാവരുമായിട്ട് മിങ്കിളാവുന്നത് കൊണ്ടും ഒരു വ്യക്തി അല്ലെങ്കിൽ വൈദികൻ അവിടെ ഇരിക്കുന്ന ഹെസിറ്റേഷനോ ഒന്നും കൂടാതെ തന്നെ ഏറ്റവും സന്തോഷത്തോടുകൂടി നമ്മളോട് കൂടുകയും നമ്മളെ എന്തൊക്കെ ചെയ്യുന്നോ അതൊക്കെ നമ്മളോട് നിൽക്കുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും എൻകറേജ് ചെയ്യുകയും അതുപോലെ തന്നെ എല്ലാ കുർബാനയിലും ഓരോ സംഘടനയിലെ മെമ്പേഴ്സിനെയും പ്രത്യേകം അനുസ്മരിക്കുകയും അവരോട് നന്ദി പറയുകയും ചെയ്യുന്നത് അച്ഛൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ അച്ഛൻ വന്നതിന് പിന്നെ ഓരോ ദിവസങ്ങൾ അല്ലെങ്കിൽ മരിച്ചവരുടെ ദിവസങ്ങൾ അല്ലെങ്കിൽ ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ, വിശുദ്ധമാരുടെ ദിവസങ്ങൾ എല്ലാം സെലിബ്രേറ്റ് ചെയ്യാൻ അച്ഛൻ മുൻപന്തിയിലാണ്. അതുപോലെ തന്നെ എല്ലാ സമയത്തും നമ്മളൊരു മെസ്സേജ് അയച്ചാൽ നമുക്ക് ഉടനെ തന്നെ അച്ഛനൊരു റിപ്ലൈ അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു ഒപ്പീനിയൻ തരുന്നതിന് അച്ഛൻ എന്നും സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെ വീട്ടിൽ വന്നാൽ നമ്മുടെ ഓരോരുത്തരും നമ്മളിൽ ഒരുവനായിട്ട് അച്ഛൻ മാറുന്നത്. നമ്മൾ അച്ഛൻ വരുന്നു എന്ന് പറഞ്ഞ് നമ്മൾക്ക് ഒരു പ്രത്യേകിച്ചും ചെയ്യേണ്ടതില്ല. വീട്ടിൽ നമ്മുടെ കുടുംബാംഗങ്ങളെ പോലെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ സഹോദരനെ പോലെയാണ് അച്ഛൻ നമ്മളോട് ഇൻവോൾവ് ആവുന്നത്. വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏത് ഒക്കേഷൻസിൽ അല്ലെങ്കിൽ മദേഴ്സ് ഡേ, ഫാദേഴ്സ് ഡേ അച്ഛനൊരു ചെറിയ ഗിഫ്റ്റ് നമുക്ക് എല്ലാവർക്കും തരുന്നുണ്ട്. ലൈക്ക് അതൊരു തൊണ്ടയായിരിക്കും അല്ലെങ്കിൽ അതിലൊരു രൂപമായിരിക്കും. അതെല്ലാം കൊണ്ടുവരുന്നത് നമുക്ക് തരുന്നത് ഒരു ബ്ലെസ്സിങ് ആണ്. അതുമുഴുവൻ അച്ഛൻ നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുവരുന്നതാണെന്ന് പ്രത്യേകം ഓർക്കുന്നു. കിഡ്സ് ക്ലബിനെ പറ്റി പറയുകയാണെങ്കിൽ അച്ഛൻ വന്നകാലം മുതൽ കിഡ്സ് ക്ലബിന് വേണ്ടി അക്ഷയം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ കിഡ്സ് ക്ലബിന് വേണ്ടി നമ്മുടെ ഓരോ ക്ലാസ്സിനും ഉള്ള പുസ്തകങ്ങൾ, ജ്ഞാനായ ചരിത്രത്തിന്റെ കൊച്ചു കൊച്ചു പുസ്തകങ്ങൾ, ഓൺലൈൻ ലെസൺസ് ഓരോ കിഡ്സ് ക്ലബിന് മുമ്പും ഓൺലൈൻ മീറ്റിംഗ് വിളിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അത് തന്ന് ടീച്ചേഴ്സിനെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് തന്നു പോരുന്നു. ടീച്ചേഴ്സിനെ പിടിച്ചെടുത്താൻ അച്ഛനെ ഒരു പ്രത്യേക കഴിവ് കാണിച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നതെല്ലാം കർത്താവിന്റെ ഒരു വേലയാണെന്നും അത് നമ്മൾ ചെയ്യുമ്പോഴെല്ലാം നമ്മൾക്ക് കിട്ടുന്ന അനുഗ്രഹത്തെ പറ്റി അച്ഛൻ നമ്മളെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾക്കൊരു പോസ്റ്റപ്പ് തരികയും ചെയ്യുന്നു. ഓരോരുത്തരും ഡൗൺ ആകുമ്പോഴും അതെല്ലാം ഒരു പോസിറ്റീവായി ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് അച്ഛൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ കിഡ്സ് ക്ലബിന്റെ എല്ലാ കാര്യങ്ങളിലും അച്ഛൻ എപ്പോഴും കൂടെയുണ്ട്. പിള്ളേരെ കൊണ്ട് ഓരോ പരിപാടി അവതരിപ്പിക്കാനാണെങ്കിലും എല്ലാവരോടും അഭിപ്രായം ചോദിക്കുകയും എല്ലാവരുടെയും അഭിപ്രായം മാനിക്കുകയും ചെയ്യുന്നു. തെങ്ങാനയിലെ പിള്ളേരെ കൊണ്ട് നമ്മുടെ അവിടെ തന്നെ പ്രോഗ്രാം പ്രാക്ടീസ് ചെയ്ത് ഇവിടെ കൊണ്ട് അവതരിപ്പിച്ചത് അച്ഛൻ്റെ ഒരു പ്രത്യേക കഴിവാണ്. ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ ചെറുതാണെങ്കിൽ കൂടി അവരുടെ അഭിപ്രായങ്ങൾക്ക് ഓരോ ഇൻപുട്ടും കൊടുത്തതിന് ശേഷം എല്ലാവരുടെ അഭിപ്രായം പറഞ്ഞ് എല്ലാവരും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടു പോകാനുള്ള കഴിവ് അച്ഛൻ്റെ ഒരു പ്രത്യേകതയാണ്. പെരുന്നാൾ വന്നപ്പോഴും കിഡ്സ് ക്ലബിലെ കുട്ടികളെയും ടീച്ചേഴ്സിനെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള കഴിവ് അച്ഛൻ കാണിച്ചു തന്നു. അതുപോലെ തന്നെ ഓരോ ദിവസത്തെ കിഡ്സ് ക്ലബ് കഴിയുമ്പോഴും മറന്നു പോകാതെ കിഡ്സ് ക്ലബിന്റെ ഗ്രൂപ്പ് ടീച്ചേഴ്സിനെ അപ്രീഷിയേറ്റ് ചെയ്യാനും ആ ദിവസത്തെ പരിപാടിയെക്കുറിച്ച് ഒരു അവലോകനം ചെയ്ത് ടീച്ചേഴ്സിന് ഒരു അപ്രീഷിയേഷൻ കൊടുക്കാനും ബ്ലെസ്സിംഗ് തരാനും അച്ഛൻ എന്ന് ഓർമ്മിപ്പിച്ചിരുന്നു.